വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകളുമായി വൺ TV ന്യൂസ് ഇന്ന് വീണ്ടും തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വണ്ടൂരിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നു. ഇടത് നേതാക്കളുടെ ആരോപണത്തിന് മറുപടിയുമായി UDF. CPMന്റെ അധീനതയിലുള്ള അക്രഡിറ്റ് ഏജൻസികൾ MLAക്ക് അഴിമതി നടത്താൻ അവസരം ഒരുക്കിയെന്നാണോ CPM ഉദ്ദേശിക്കുന്നതെന്ന് UDF. ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധം. കേരള പ്രവാസി സംഘം വണ്ടൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പഠിച്ചവർ വിദ്യാലയമുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നു. നിലമ്പൂർ നഗരസഭയിലെ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലാണ് വേറിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. വണ്ടൂരിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ വാർത്ത നാം റിപ്പോർട്ട് ചെയ്യുന്നത്. വണ്ടൂരിൽ ടൗണിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇടത് നേതാക്കൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അപാകത ആരോപിച്ചുകൊണ്ടാണ് CITU ഇടത് നേതാക്കൾ രംഗത്തുമായി വന്നത്. ഇതിന് മറുപടിയുമായി UDF നേതാക്കളും രംഗത്തെത്തി. CPMന്റെ സ്വാധീനത്തിലുള്ള അക്രഡിറ്റ് ഏജൻസികൾക്ക് MLA അഴിമതി നടത്തുവാൻ അവസരം ഒരുക്കി എന്നതാണോ CPM ഉദ്ദേശിക്കുന്നതെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിലാണ് പഞ്ചായത്ത് അംഗം കൂടിയായ ഷൈജൽ എടപ്പറ്റ ഇക്കാര്യം ഉന്നയിച്ചത്. ഇവിടെ വികസന പ്രവർത്തനത്തിന് ഫണ്ട് വെക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പഞ്ചായത്ത് ഇവിടെ പറഞ്ഞു. പഞ്ചായത്ത് ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി MLA സമീപിച്ചപ്പോൾ തന്നെ MLA അതിന് മതിയായ 40 ലക്ഷം രൂപ അതിന് ഫണ്ട് വകയിരുത്തി. MLAൻ്റെ ഇത് അതോടുകൂടി കഴിഞ്ഞു, ഫണ്ട് വകയിരുത്തിയോടുകൂടി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ആണ്. അദ്ദേഹം അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പിന്നെ ഒരു പ്രത്യേക അക്രഡിറ്റ് ഏജൻസിക്ക് അത് ടെൻഡർ കൊടുത്ത് ആ ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏറ്റവും കുറഞ്ഞ ഇത് കൂടിയ ആളുകൾക്കാണ് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ LDF സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളാണ്. പിന്നെ അതിൽ നമുക്ക് ഇവിടെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം MLA ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റ് ഏജൻസികൾക്കാണ് കൊടുത്തുള്ളത്. അതിൽ MLAക്ക് ഒന്നുമില്ല. MLAക്ക് ചെയ്യാൻ കഴിയുക ഫണ്ട് വെക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം വണ്ടൂരിൻ്റെ വികസനം എന്നുള്ള നിലക്ക് എന്നും വണ്ടൂരിൻ്റെ MLA എന്നുള്ള നിലക്ക് വണ്ടൂരിൻ്റെ മുഖച്ഛായ മാറുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പൊതുപരിപാടികൾ നടത്താനുള്ള നമ്മൾക്ക് എല്ലാവർക്കുമുള്ള
നല്ല വണ്ടൂരിൻ്റെ മുഖത്ത് തന്നെ ഒരു നല്ലൊരു ഓപ്പൺ ഓഡിറ്റോറിയം വരിക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു വലിയ സൗകര്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ ആളുകൾക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും വണ്ടൂർ ഒരു പരിപാടി നടത്താൻ ഉള്ളൊരു സ്ഥലമായി ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് വകയിരുത്തിയുള്ളത്. ഇതിൽ വളരെ ബാലിശമായ ആരോപണമാണ് അവരുന്നയിച്ചിട്ടുള്ളത്. വണ്ടൂർ ടൗണിലെ ടാക്സി സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തിയിൽ അപാകതയും അഴിമതിയും ആരോപിച്ച് CITU രംഗത്തെത്തിയതിന് പിന്നാലെയാണ് UDF നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി നൽകിയത്. MLA നിയോജക മണ്ഡലത്തിൽ എന്ത് വികസനം കൊണ്ടുവന്നാലും അഴിമതി ആരോപിക്കുന്നത് CPMന്റെ പതിവ് രീതിയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ജബീബ് സുക്കീർ ആരോപിച്ചു. MLAക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈക്കൂലി അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ MLAക്ക് അഴിമതി നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷും CPMന്റെ എറണാകുളം ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള CP മുരളി ഉൾപ്പെടെയുള്ള ആളുകളെന്നാണോ CPM ഇവിടെ ആരോപിക്കുന്നത്? ഇവരാണോ MLAക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്? അപ്പൊ ഈ ആരോപണം തികച്ചും അടിസ്ഥാനപരമാണ് എന്നുള്ളതാണ് UDFന് പറയാനുള്ളത്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MLA എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനൊക്കെ അഴിമതി ആരോപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, P ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നഗരത്തിലെ ഒരു വികസനത്തെ ചൊല്ലി വണ്ടൂരിൽ ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ ഒരു നിർമ്മാണ പ്രവൃത്തിയെ ചൊല്ലിയുള്ള ഇത്തരത്തിലുള്ള ആരോപണവും പ്രത്യാരോപണവും ഒക്കെ വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചയാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ചർച്ചയാകുമെന്ന കാര്യം തീർച്ചയാണ്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം മാർച്ച് നടത്തി. വണ്ടൂരിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടുകാരെ അറിഞ്ഞില്ലേ, നാട്ടുകാരെ അറിഞ്ഞില്ലേ, ലോക ജനതയെ കൊന്നൊടുക്കും, ലോക ജനതയെ കൊന്നൊടുക്കും. ആഹ്വാന പ്രകാരമാണ് ഇന്നിങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വർഷങ്ങളായി പലസ്തീൻ എന്ന ഒരു ചെറിയ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് 70,000-ഓളം കുട്ടികളടക്കം കൊന്നുകൂട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന ഭീകര രാജ്യം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതും കഴിഞ്ഞ് ആ രക്തദാഹം തീരാത്ത നെതന്യാഹു ഇറാഖിലും അതുപോലെ തന്നെ ഇപ്പൊ ഖത്തറിലും പോയിട്ട് ബോംബിട്ടിക്കണ്. നമ്മൾ മനസ്സിലാക്കണം, യമനിൽ ബോംബിട്ടു, ഇപ്പൊ ഇവിടെ ഖത്തറിൽ ബോംബിട്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇറാഖിന്റെ മുകളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ പോയിട്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ഭീകര രാഷ്ട്രത്തെ ഈ ലോക കോടതിയിൽ അവരെ ഹാജരാക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA SMC തനത് പദ്ധതിയായ ലീപ്പ് 2025ന്റെ ഭാഗമായി ടൈലിംഗ് പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി 4 ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കമ്മിറ്റികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാവരുടെയും കൂട്ടായ്മയിൽ നമ്മൾ 4 ക്ലാസ് റൂമുകളുടെ ടൈലിംഗ് പ്രവൃത്തി അടക്കം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ലീപ്പ് 2025 എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഫണ്ടുകൾക്ക് പുറമെ ചെറിയ നുറുങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഫണ്ട് ഏറെ വരും. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു. PTA SMC ആവിഷ്കരിച്ച ലീപ്പ് വികസന പദ്ധതിയിലൂടെ സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ചോർന്നൊലിക്കുന്ന KR ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര ഇറക്കി മേയുകയും ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി ഓടുമേയുകയും ചെയ്തു. ഫാൻ ചലഞ്ച് വഴി 63 ക്ലാസ് മുറികളിൽ മതിയായ എണ്ണം ഫാനുകളും ട്യൂബ് ചാലഞ്ചിലൂടെ ക്ലാസ് മുറികളിലേക്കും വരാന്തകളിലേക്കും ആവശ്യത്തിന് ട്യൂബ് ലൈറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആംപ്ലിഫയർ ബൈലിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. പൊട്ടിപ്പൊളിഞ്ഞ നിലങ്ങൾ നന്നാക്കുകയും ചെയ്തു.
MP-മാർ അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് പ്രൊജക്ടറുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയ്ക്കായി നിവേദനങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. എല്ലാ സംഘടനകൾക്കും ഓരോ ആവശ്യങ്ങൾ അറിയിച്ച് കത്ത് നൽകിയിട്ടുമുണ്ട്. സോളാർ സിസ്റ്റം, സ്കൂളിൻ്റെ പുറകുവശത്തുകൂടി മാർക്കറ്റിനോട് ചേർന്ന് നടപ്പാത എന്നിവയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. 5 വർഷത്തെ ലീപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടമാണ് കമ്മിറ്റി പൂർത്തിയാക്കി വരുന്നത്. SMC ചെയർമാൻ CM ജയപ്രകാശ്, പ്രിൻസിപ്പൽ O വിനോദ്, PTA വൈസ് പ്രസിഡന്റ് KP അനീസ്, SMC വൈസ് ചെയർമാൻ KV സുരേഷ് കുമാർ, PTA SMC അംഗങ്ങളായ CTP ഉണ്ണി മൊയ്തീൻ, സലീം മുക്കണ്ണൻ, IV ഷമീർ, P രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൂക്കോട്ടുംപാടം 5-ാം മൈൽ യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച സ്നേഹ വീട്, സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വീട് ഈ മാസം 15-ന് തിങ്കളാഴ്ച കൈമാറും. സാദിഖലി ശിഹാബ് തങ്ങളാണ് താക്കോൽദാനം നിർവഹിക്കുന്നത്. 15-ാം തീയതി 1 മണിക്ക് ബഹുമാനിയായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അതിൽ താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്യുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളും അതുപോലെ തന്നെ യമാനിയിലെ വിദ്യാർത്ഥികളും ചേർന്ന് അവരുടെ പ്രവർത്തന ഫലമായി ഈ ഫീൽഡിലും വീടാന്തരവും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ സമാഹരിച്ച തുക 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അലക്ബർ ഉസ്താദിന്റെ വീട് പണി ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നാം ഏവരുടെയും നിസ്സീമമായ സഹകരണത്താൽ പൂർത്തീകരിക്കപ്പെട്ട ഈ സ്നേഹ വീടിന്റെ സമർപ്പണം സെപ്റ്റംബർ 15-നാണ്. പൂക്കോട്ടുംപാടം 5-ാം മൈൽ യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച സ്നേഹ വീട്, സഹപാഠിക്കൊരു വീട് സമർപ്പണം സെപ്റ്റംബർ 15 തിങ്കളാഴ്ച നടക്കുന്നതാണ്. സ്കൂളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഭാവന, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് നടത്തിയ തുക എന്നിവ ഉപയോഗിച്ചാണ് ഭവന നിർമ്മാണത്തിനുള്ള ധനസമാഹരണം നടത്തിയത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിറാജുദ്ദീൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്കൂൾ ലീഡർ N നാദിയ, M നൗബ ഷെരീഫ്, ഇഷ തൻഹ, P ഫാത്തിമ, N നിഷാൻ, യമാനിയ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി പുലത്ത് ഹംസ കുഞ്ഞാപ്പു, പ്രിൻസിപ്പൽ CC അനീഷ് കുമാർ, വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഷറഫ് മുണ്ടശ്ശേരി, C അബ്ദുൽ സലാം, റാഫി മോഡൻ, ജാസിർ, ഹൈദ്രോസ് ദാരിമി, AP അബ്ദുൽ ഖയ്യൂം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്കാണ്. 68 വർഷം മുൻപ് ഒരുമിച്ച് പഠിച്ചവർ ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നു. പ്രായം തളർത്തിയെങ്കിലും സഹപാഠികളെ കാണാൻ അവർ ആവേശത്തോടു കൂടിയാണ് ഒത്തുകൂടിയത്. നിലമ്പൂർ നഗരസഭയിലെ മുദീരി മാങ്കുത്ത് ഗവൺമെൻറ് LP സ്കൂളിലാണ് വേറിട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. മധുരമൂറുന്ന നെല്ലിക്കകൾ കായ്ച്ചു നിൽക്കുന്ന നെല്ലിമര ചുവട്ടിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. കൂടെ പഠിച്ചവരെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ ആശ്ചര്യവും സന്തോഷവുമെല്ലാം അവരുടെ ആ മുഖങ്ങളിൽ പ്രകടമായിരുന്നു. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കുറച്ചു നേരത്തിനെങ്കിലും പ്രായം മറന്ന് ആ പഴയ കളിക്കൂട്ടുകാരായി അവരെല്ലാം മാറി. വിദ്യാലയ പഠനകാലത്തെ അനുഭവങ്ങൾ എത്ര പങ്കുവച്ചിട്ടും അവർക്ക് മതിയായിരുന്നില്ല. നിലമ്പൂർ മാങ്കുത്ത് ഗവൺമെൻറ് LP സ്കൂളിലെ 1957 മുതൽ 1962 വരെ കാലയളവിൽ പഠിച്ചവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സർവസംരക്ഷക ജഗനാം കാരുണ്യവാരീരാസേ വിദ്യയാം പുഷ്പത്തിൽ സൗരഭ്യമേൽക്കുവാൻ എത്തി വിദ്യാലയ പൂവാനത്തിൽ പൂമ്പാറ്റ പോലെയും ഞങ്ങളിൽ തവക കാരുണ്യ പൂണ്ടം പോയിക്കീടണേ നിസ്വാർത്ഥ സേവകൻ ആരാം ഗുരുക്കളിൽ നിത്യവും ഭക്തരായി തീരുവാനും. ഒരുപാട് ഇങ്ങോട്ട് എപ്പോഴെങ്കിലും വരണം എന്നുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു.
അങ്ങനെ കിടക്കുന്ന അവസരത്തിലാണ് പെട്ടെന്നൊരു വിളി വരുന്നത്. ഇങ്ങനൊരു കൂട്ടായ്മ, ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അതിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ ഒപ്പിച്ച് വന്നതാണ്. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ ഒരു കാരണങ്ങളൊന്നുമില്ലാതെ ചിലപ്പോൾ പിന്നാക്കാന്ന് മാറ്റി വയ്ക്കും. പക്ഷേ ഇപ്പോൾ പിന്നെ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായപ്പോൾ ഒന്ന് പങ്കെടുത്ത് എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. പഴയ ഞാനിവിടെ ജോലി ചെയ്തിരുന്ന കാലത്തുള്ള രക്ഷിതാക്കളെ ഒന്ന് കാണാം. അന്നത്തെ വിദ്യാർത്ഥികളൊന്നും ചിലപ്പോൾ ഇതിൽ വന്നെന്ന് വരില്ല. പക്ഷേ മറ്റുള്ള ആളുകൾ, രക്ഷിതാക്കളെയും അതുപോലെ വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെയും ഒക്കെ ഒന്ന് കാണാനുള്ളൊരവസരം എന്നുള്ളതിൽ നിലയ്ക്കാണ് വന്നത്. 1957 ഏകാധ്യാപക വിദ്യാലയമായി മാങ്കുത്ത് മദ്രസയിൽ സ്കൂൾ ആരംഭിച്ചത്. വിദ്യാലയത്തിൽ ആദ്യമായി പ്രവേശനം നേടിയ തയ്യൽപ്പാറയ്ക്കൽ വിജയൻ ആ ഓർമ്മകൾ അയവിറക്കി. സാറിൻ്റെ ഒരു ഓർമ്മയിൽ ഈ വിദ്യാലയം ആദ്യത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ. അതെ അതെ. എന്തായിരുന്നു അന്നത്തേക്കൊരു കാലം? കാലമെന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂളൊന്നുമില്ല. ഉണ്ടായിരുന്നത് ആകെ മുക്കട്ടെ ഒരു സ്കൂളാണ്. പിന്നെ ഇത് ഏകാധ്യാപക സ്കൂളായിട്ടാണ് തുടങ്ങിയത്. ഒരു മദ്രസയിൽ തുടങ്ങിയിട്ട് അവിടെ കുറച്ച് കാലം രാവിലെ മദ്രസ, അത് കഴിഞ്ഞിട്ട് പിന്നെ 1-ാം ക്ലാസ് മുതൽ. ആദ്യത്തെ ടീച്ചർ വളാഞ്ചേരിക്കാരി ഒരു ചിന്നമ്മു ടീച്ചറായിരുന്നു. നിങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഉണ്ടോ ഈ ഒത്തുചേരലിൽ? ഇല്ലായിരുന്നു, പലരും മരിച്ചുപോയി. വളരെ അപൂർവങ്ങളിൽ അപൂർവമുള്ള കുറച്ച് ആൾക്കാർ. ഒക്കെ ഒരു 70 വർഷം പിന്നിട്ട ആളുകളാണല്ലേ? അതെ അതെ. മാങ്കുത്ത് മദ്രസയിൽ നിന്നും പിന്നീട് പ്രദേശവാസി UV വേലായുധൻ നായർ മുദീരിയിൽ വിട്ടു നൽകിയ ഇന്ന് കാണുന്ന സ്ഥലത്ത് വിദ്യാലയം പ്രവർത്തിച്ചു തുടങ്ങി. സ്ഥലം മാറിയെങ്കിലും മാങ്കുത്ത് സ്കൂൾ എന്ന പേരിന് മാറ്റമുണ്ടായില്ല. ആദ്യത്തെ 6 വർഷം പഠനം പൂർത്തിയാക്കിയവരിൽ പകുതിയിലേറെ പേരും ഇന്ന് മൺമറഞ്ഞുപോയി. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സഹപാഠികൾ പ്രണാമം അർപ്പിച്ചു. 70 പിന്നിട്ടവരിൽ ഭൂരിഭാഗം പേർക്കും ശാരീരിക അവശതകൾ അലട്ടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ടാണ് തങ്ങളുടെ പ്രിയ വിദ്യാലയത്തിൽ അവർ ഒരിക്കൽ കൂടി ഒത്തുചേർന്നത്. സ്കൂളിലെ പഴയകാല അധ്യാപകരും വ്യത്യസ്തമായ ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമായി. റിട്ടയർഡ് ജഡ്ജി രമേശ് ഭായ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു സംഗമം, ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. പക്ഷെ ഇതിന് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 1957 മുതൽ 62 കാലഘട്ടത്തിൽ 6 കൊല്ലത്തെ ഒരു അർദ്ധശതാബ്ദത്തിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ എല്ലാം കൂടി ഒരു ഒത്തുചേരലാണെന്ന്. അത് തീർച്ചയായും വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. പൂർവ്വ വിദ്യാർത്ഥി പ്രൊഫസർ സാം തോമസ് അധ്യക്ഷത വഹിച്ചു. യു ബാലകൃഷ്ണൻ, ഇന്നത്തെ പ്രധാനാധ്യാപിക ശ്രീലത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സ്കൂളിൽ ആദ്യമായി പ്രവേശനം നേടിയ TP വിജയൻ, കാക്കപ്പാറ ആമിനക്കുട്ടി, ഉമ്മർ മൗലവി, സ്കൂളിലെ പ്രധാനാധ്യാപകനായിരുന്ന സുദർശനൻ മാസ്റ്റർ, അധ്യാപകനായിരുന്ന U കേശവൻ മാസ്റ്റർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. വിജയൻ പുലിക്കോട്ട് സ്വാഗതവും TP രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഒട്ടേറെ ഓർമ്മകൾ അയവിറക്കിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം തന്നെയായിരുന്നു ആ വിദ്യാലയത്തിൽ നടന്നത്. സാധാരണ രീതിയിലുള്ള സംഗമങ്ങൾക്കപ്പുറത്തേക്ക് ഒരു വിദ്യാലയം ആരംഭിച്ച കാലഘട്ടത്തിലെ ആദ്യത്തെ 6 വർഷം പഠിച്ച കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രായം അത്രയേറെ ആയിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാലയത്തിൽ അന്നത്തെ അവരുടെ ഓർമ്മകൾ, അന്നത്തെ വിദ്യാലയ പശ്ചാത്തലം, ഗ്രാമീണ പശ്ചാത്തലം, ജീവിത സാഹചര്യങ്ങൾ, ആ അനുഭവങ്ങളൊക്കെ അവരിങ്ങനെ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ അത് ഈ ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിന് അല്പം ശാന്തത നൽകുന്ന ഒരു സമയം കൂടിയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് വലിയ വിഷമഘട്ടങ്ങളിലൂടെ, ആരോഗ്യകരമായ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത്തരം ഒരു സന്ദർഭവേളയിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ അത് വലിയ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കൂടിച്ചേരലുകൾ തന്നെയാണ്.
അമരമ്പലം GLP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ CCTV നിരീക്ഷണ ക്യാമറകളുടെയും സൗണ്ട് സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. റേഡിയോ പ്രക്ഷേപണ പരിപാടി അമരവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ കഥാവതരണം, ലളിതഗാനം, ചലച്ചിത്രഗാനം എന്നിവയാണ്. ആദ്യമായി 2 ക്ലാസ്സിലെ നാസിം പിപിയുടെ ഒരു കൊച്ചു കഥ കേട്ടാലോ? സ്കൂൾ റേഡിയോ അമരവാണിയുടെ സംപ്രേക്ഷണത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ അനീഷ് കവളമുക്കട്ട തുടക്കം കുറിച്ചു. പ്രിയപ്പെട്ടവരെ, GLP സ്കൂൾ ഉള്ളാടിലെ അമരവാണി റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളൊക്കെ മാറിത്തുടങ്ങിയ സാഹചര്യത്തിൽ ഉള്ളാടിലെ വലിയൊരു റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട യാസീൻ നല്ലൊരു കഥ അവതരിപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട യാസിമിനെ ഈ കഥ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ബുദ്ധിശാലിയായ ആട്. ഒരു ദിവസം ഒരാട് വഴിതെറ്റി കാട്ടിലെത്തി. കാട് കണ്ട് ആട് ആകെ അമ്പരന്ന് പോയി. ഫിസിയ, നാസിം, ആദിത്യ എന്നീ കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചസമയത്ത് കുട്ടികളുടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ പരിപാടികൾ അവതരിപ്പിക്കും. കൂടാതെ എല്ലാ ദിവസവും പത്രവായനയ്ക്കും ഇത് പ്രയോജനപ്പെടുത്തും. വാർഡ് അംഗം അബ്ദുൾ ഹമീദ് ലബ്ബ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM ബിജു, SMC ചെയർമാൻ ET ഗംഗാധരൻ, രാജേഷ് അമരമ്പലം, T ദേവിക എന്നിവർ ആശംസകൾ നേർന്നു. VB മിനി, P റാബിയ, PJ ധന്യ, P രാധിക, MK അബ്ദുൾ ഗഫൂർ, P വിനിത, റഹമത്തുള്ള തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ TP ശശികുമാർ സ്വാഗതവും MTA പ്രസിഡന്റ് ജാസ്മിൻ നന്ദിയും പറഞ്ഞു. ഇടവേള. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4,999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6,000 രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക്
ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക വകുപ്പിന്റെയും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി കലാപഠനത്തിന് താല്പര്യമുള്ളവർക്ക് സൗജന്യ കലാപഠനത്തിന് അവസരമൊരുക്കുന്നു. പ്രായഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങൾക്കും സൗജന്യമായി കലാപഠനത്തിനുള്ള അവസരമാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി തന്നെ 4 മേഖലകളായി തിരിച്ച്, ഞാൻ മനസ്സിലാക്കുന്ന 4 മേഖലകളായി തിരിച്ചുകൊണ്ടാണ്. നാടൻ കലാമേഖലയും അതുപോലെ തന്നെ വ്യത്യസ്തമായ 4 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് വജ്രജൂബിലി സ്കോളർഷിപ്പ് കീഴിൽ ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു അനുഭവമായി അല്ലെങ്കിൽ നല്ലൊരു വേദിയായി ഈ കലാകാരന്മാർക്ക് മാറ്റിയെടുക്കാൻ കഴിയട്ടെ, ഒരു അവസരമായി മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ലളിത കലകൾ, ക്ലാസിക്കൽ കലകൾ, അഭിനയകല, നാടോടിക്കലകൾ എന്നീ കലാവിഭാഗങ്ങളിൽ 40-ലധികം കലാവിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. സമൂഹത്തിൽ കലാ അവബോധം വളർത്തുകയും സാധാരണക്കാരുടെ ഇടയിൽ നിന്നും കഴിവുറ്റ കലാകാരന്മാരെ കണ്ടെത്തി വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാ ഞായറാഴ്ചകളിലും ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചാണ് പരിശീലനം നൽകുന്നത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, വൈദികർ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങി നാനാവിധ മേഖലകളിൽ നിന്നുമായി നിരവധി പേർ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടുന്നുണ്ട്. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് VK അസ്കർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെസി ഇറ്റി, വി ശിവശങ്കരൻ, ടി സുലൈഖ, അജിത നന്നാട്ടുപുറത്ത്, BDO AJ സന്തോഷ്, കലാ അധ്യാപകരായ PS അർജുൻ, KR അനുശ്രീ, KP ആരിഫ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടത്തി. അത് ലോറിയ എന്ന പേരിലാണ് കായികമേള നടന്നത്. SI സൈഫുള്ള PT പതാക ഉയർത്തി. 2 ദിവസങ്ങളിലായാണ് മത്സര പരിപാടികൾ നടന്നത്. ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചത്. 4 ഹൗസുകളുടെയും സ്കൂൾ ബാൻഡിൻ്റെയും മാർച്ച് പാസ്റ്റ് മനോഹരമായി. അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കോച്ചേരി ദീപശിഖ ത്രോബോൾ നാഷണൽ പ്ലെയർ ആയ റിയ ഇക്ക് നൽകി. തുടർന്ന് ദീപശിഖ മറ്റു ചാമ്പ്യന്മാർക്ക് കൈമാറി. ട്രസ്റ്റ് സെക്രട്ടറി ഷെറി ജോർജ്, പ്രിൻസിപ്പൽ പോളച്ചൻ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിബിൻ ദേവസ്യ എന്നിവർ സംസാരിച്ചു. കുറേ ആൾക്കാർ തോൽക്കും. എനിക്ക് പറയാനുള്ളത്, ജയിക്കുന്ന ആളുകൾ സ്ഥിരകാലത്തേക്ക് ജയിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് തോൽക്കുന്ന ആളുകളും സ്ഥിരകാലത്തേക്ക് തോൽക്കുന്നില്ല. ഇന്ന് തോറ്റ ആൾക്ക് നാളെ ജയിക്കാം. ഇന്ന് ജയിച്ച ആള് നാളെ ഒരു പക്ഷേ തോറ്റേക്കാം. സ്പോർട്സ് ക്യാപ്റ്റൻ മുഹമ്മദ് യാസിൻ ഓത്ത് ചൊല്ലിക്കൊടുത്തു. പൊതുസമ്മേളനത്തിന് സ്കൂൾ ലീഡർ അലൻ കൃഷ്ണ സ്വാഗതവും വൈസ് സ്പോർട്സ് ക്യാപ്റ്റൻ P പാർവതി നന്ദിയും പറഞ്ഞു. കായിക അധ്യാപകരായ ബീന വർഗീസ്, നിതിൻ റജി, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ കലാമേള നടത്തി. സാരംഗി 2K25 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മേളയുടെ ഉദ്ഘാടനം വാർഡ് അംഗം ഷറഫുനീസ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സൈദലവി വരിക്കോടൻ അധ്യക്ഷത വഹിച്ചു. കോമഡി ഉത്സവം ഫെയിം 2017-18 വർഷങ്ങളിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ കലോത്സവത്തിലെ കലാപ്രതിഭയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആഷിഖ് കാളികാവ് മുഖ്യ അതിഥിയായി. സീനിയർ അസിസ്റ്റന്റ് MA അനുബേഷ്, PTA അംഗം ഷമീർ വെണ്ണേക്കോടൻ, മുൻ PTA പ്രസിഡന്റ് CA വേലായുധൻ, സ്റ്റാഫ് സെക്രട്ടറി V റീജ, സീനിയർ അധ്യാപകരായ MC ശൈലജ, ബിന്ദു ജോൺ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ K അബ്ദുൾ അസീസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ P സാജിദ നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടന്ന സ്കൂൾ മേളയ്ക്ക് അധ്യാപകരായ PS രാജേഷ്, രാകേഷ്, വിപിൻ, PR ലത, PB ശ്രീജ, ജിഷ്ണു, രാധാമണി, ശാന്തി കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകളുമായി 1TV ന്യൂസ് ഇന്ന് വീണ്ടും തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വണ്ടൂരിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നു. ഇടത് നേതാക്കളുടെ ആരോപണത്തിന് മറുപടിയുമായി UDF. CPM-ന്റെ അധീനതയിലുള്ള അക്രഡിറ്റ് ഏജൻസികൾ MLA-ക്ക് അഴിമതി നടത്താൻ അവസരം ഒരുക്കിയെന്നാണോ CPM ഉദ്ദേശിക്കുന്നതെന്ന് UDF.
ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധം. കേരള പ്രവാസി സംഘം വണ്ടൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പഠിച്ചവർ വിദ്യാലയമുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നു. നിലമ്പൂർ നഗരസഭയിലെ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലാണ് വേറിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. 1TV ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 8:30-നും രാത്രി 10 മണിക്കും, പുനഃസംപ്രേഷണം രാവിലെ 8:30-നും. നിങ്ങളുടെ പ്രാദേശിക ഇടങ്ങളിൽ സംഭവിക്കുന്ന പരിപാടികളോ അല്ലെങ്കിൽ ജനകീയ വിഷയങ്ങളോ ഒക്കെ 1TVയിൽ വാർത്തകളായി ഉൾപ്പെടുത്തണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.